ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളുള്ളത് എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിലാണ്. ഈ ഒരു പാർക്ക് നമ്മളുടെ രമണൻ എഴുതിയ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ സ്മാരകമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ രമണൻ അടക്കം നിരവധി പ്രശസ്ത കാവ്യകൃതികളുടെ രചയിതാവായി ചങ്ങമ്പുഴ മലയാളികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള കവിയാണ്. ഈ പാർക്ക് നമ്മുടെ മഹാകവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ജന്മസ്ഥലമായ എടപ്പള്ളിയിൽ ആലുവയിലേക്കൊക്കെ പോകുന്ന ദേശീയപാതയുടെ വശത്തായിട്ടാണ് ഇതുള്ളത്. പാർക്ക് എന്ന് പറയുമ്പോൾ കുട്ടികൾക്കും പിന്നെ അതുപോലെ തന്നെ പ്രായമായിട്ടുള്ളവർക്കൊക്കെ ഇടയിൽ വളരെയധികം ജനപ്രിയമായിട്ടുള്ളൊരു പാർക്കാണ് ഇത്. ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്ക് മാത്രമല്ല, നമ്മൾക്ക് ഒരുപാട് സീനിയർ സിറ്റിസൺസിനൊക്കെ വന്നിരിക്കാനും അതുപോലെ അവരുമായി ബന്ധപ്പെട്ട ഒരുപാട് പരിപാടികളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. GCDA ആണ് കേട്ടോ ഈ ഒരു പാർക്ക് പരിപാലിച്ചുകൊണ്ട് വരുന്നത്. ഈയിടെയായിട്ട് അതായത് ഒരു 2 ഇയറിനുള്ളിലായിട്ട് പാർക്ക് റിനോവേഷനൊക്കെ ചെയ്തിട്ട് കുറേ കൂടി മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇടപ്പള്ളി സീനിയർ സിറ്റിസൺസ് ഫോറമാണ്. അപ്പോൾ ഇത് എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം ആഴ്ച തോറുള്ള മീറ്റിങ്ങുകളും പിന്നെ അതുപോലെ തന്നെ അംഗങ്ങളുടെ ജന്മദിനാഘോഷങ്ങളൊക്കെ നടത്തിയിട്ട് വളരെയധികം സജീവമായിട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ദേശീയപാതയ്ക്ക് അഭിമുഖമായിട്ട് പാർക്കിൻ്റെ ഒരറ്റത്ത് അഭിമാനത്തോടൊരു യഥാർത്ഥ IN-172 വിമാനം നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് പാർക്കിന്റെ കിഴക്ക് ഭാഗത്തായിട്ടുള്ള എൻട്രൻസ് ആണ് കേട്ടോ. നമ്മൾ 2 സൈഡിൽ എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഇത് കിഴക്ക് വശത്ത് കൂടിയുള്ള എൻട്രൻസ് ആണ്. നമ്മുടെ ദേശീയപാതയോട് ചേർന്നിട്ടുള്ളൊരു ഭാഗമാണിത്. പിന്നെ അതുപോലെ തന്നെ കൊച്ചി മെട്രോയുടെ ചങ്ങമ്പുഴ പാർക്ക് സ്റ്റേഷൻ ഈ പാർക്കിന് തൊട്ടു മുന്നിലായിട്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എല്ലാ മാസവും ഞായറാഴ്ച വൈകുന്നേരം ഇവിടെ, അതായത് എല്ലാ മാസവും 2ാമത്തെ ഞായറാഴ്ചകളിൽ വൈകുന്നേരം കാവ്യമൂല എന്നിട്ടൊരു പരിപാടി നടക്കും. അവിടെ നമ്മളുടെ യുവകവികൾക്കൊക്കെ സ്വയം രചിച്ചിട്ടുള്ള കവിതകളും അതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാവുന്നതാണ്. അപ്പം നമുക്ക് വളർന്നു വരുന്ന നമ്മളുടെ കലാകാരന്മാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു അവസരം കൂടി, യുവകവികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു വേദി കൂടി ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുകൂടാതെ അക്ഷര ശ്ലോക സദസ്സ് എന്നും പറഞ്ഞിട്ട് എല്ലാ മാസവും 4ാമത്തെ ഞായറാഴ്ച ഉച്ചയ്ക്ക് അങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്.
അപ്പോൾ വാർഷിക അടിസ്ഥാനത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അക്ഷര ശ്ലോക മത്സരങ്ങൾ നടത്താറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മലയാള ദിനാഘോഷങ്ങൾ എല്ലാ വർഷവും നവംബർ 1 നമ്മുടെ കേരളപ്പിറവി, പിന്നെ അതുപോലെ മലയാള സാഹിത്യ പ്രമുഖരുടെ ഒരു പൊതുയോഗം ഇവിടെ നടത്തപ്പെടാറുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കവിതാ പാരായണം, തിരുവാതിര കളി അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ നടത്താറുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഉണ്ട് കേട്ടോ. ഇത് കഥകളി, പിന്നെ നാടകം അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്താനായിട്ടൊക്കെ ഉപയോഗിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ 2 വൃത്താകൃതിയിലുള്ള റൂം മുറികളുണ്ട്. അതിലൊന്ന് ക്യാരംസും പിന്നെ ഒന്ന് ചെസ് കളിക്കാനായിട്ടുള്ളതാണ്. നമ്മുടെ നിത്യഹരിത മലയാള പ്രണയകവിയായ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഒരു ജീവനുള്ള സ്മാരകമായിട്ടാണ് ഈ പാർക്ക് പ്രവർത്തിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മഹാകവിയുടെ പ്രതിമയും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. പാർക്ക് കഴിഞ്ഞ് നമുക്ക് കുറച്ചും കൂടി മുന്നോട്ടുള്ള ഒരു റോഡുണ്ട്. ആ റോഡ് മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപം